കേരളത്തിൽ പ്രധാനമായും പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദുരവസ്ഥ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന രീതിയിലേക്കാണ് പിണറായിയിലേക്ക് അന്വേഷണം നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഇത് മാത്രമല്ല, കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ആയിരുന്നു. കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഹേമന്ത് സോറൻ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. പിണറായി വിജയൻ വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമല്ല. പിണറായി വിജയൻ യാഥാർത്ഥ്യത്തിൽ കൃത്യമായും കോൺഗ്രസ്സിനെതിരെയാണ് നീങ്ങുന്നത്. BJPയുമായിട്ടുള്ള ഒരു ടൈഅപ്പിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് KC വേണുഗോപാലും ശശി തരൂറും ഒക്കെ തീവ്രമായി പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇവിടെ പ്രവർത്തിച്ചത് കൃത്യമായും BJPക്ക് സീറ്റുകൾ ലഭ്യമാകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. CPIക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും അതിൻ്റെ നേട്ടം തൃശ്ശൂരും തിരുവനന്തപുരത്തും വോട്ട് കച്ചവടം നടന്നിരിക്കുന്നു. LDFിൽ CPIഎമ്മിൻ്റെ ബഹുഭൂരിപക്ഷം പാർട്ടി വോട്ടുകളും BJPയിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്ന് മുതിർന്ന നേതാവായിട്ടുള്ള മുതിർന്ന UDF നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. സതീശൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നോട്ടെണ്ണൽ മെഷീൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണോ അതോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ? ഇത്തരത്തിൽ പരിഹാസിക്കുന്നത് വെറുതെയല്ല. കാരണം അത്രയേറെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെയുള്ളത്. പിണറായി വിജയനെ പക്ഷേ കൃത്യമായി പറയട്ടെ, വോട്ടെണ്ണൽ കഴിയുമ്പോൾ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPയുമായിട്ടുള്ള ടൈഅപ്പ് പൊളിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുന്നത്. അതോടുകൂടി പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിൽ മങ്ങലേൽക്കും. അധികാരത്തിലേക്ക് കേരളത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇടതുപക്ഷം വലിയ രീതിയിൽ അസ്തമനത്തിൻ്റെ പാതയിലാണ്. ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ CPIഎം കേരളത്തിൽ സമാധി അടയുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വെറുതെയല്ല. CPIഎമ്മിൻ്റെ കട്ടയും പടവും മടങ്ങും. CPIഎമ്മിൻ്റെ തകർച്ച പരിപൂർണമാകുന്ന ഒരു കാലയളവായിരിക്കും ഇനിയുള്ള 2 കൊല്ലം. അതായത് 2024 മുതൽ 26 വരെ CPIഎമ്മിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത് വ്യാപൃതമാവുകയും അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി സൂചിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന വിശദീകരണം വിലയിരുത്തൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, VD സതീശൻ്റെ ഒരു എഫക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. പിണറായി വിജയൻ കറപ്റ്റഡ് ആണ് എന്നുള്ളത് BJPക്കും CPIഎമ്മിനും ഒരുപോലെ അറിയുന്ന സത്യമാണ്. ആ സത്യത്തെ മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയനും കേന്ദ്രവും തമ്മിലുള്ള ഈ ടൈഅപ്പ്. പക്ഷേ ആ ടൈഅപ്പ് എപ്പോൾ വേണമെങ്കിലും പൊളിയാം. ഇത് വോട്ട് കച്ചവടത്തിൻ്റെ ഒരു ധാരണ മാത്രമാണ്. പക്ഷേ കൃത്യമായി എഫക്റ്റീവായി ഒരു വോട്ട് ഷെയറിലേക്ക് BJP വളർന്നില്ലെങ്കിൽ BJP കൃത്യമായും അതിനുവേണ്ടിയുള്ള പ്ലാൻ വരയ്ക്കും. BJPയുടെ ലക്ഷ്യം എന്നത് നിയമസഭയിൽ പ്രതിപക്ഷ റോൾ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ഇടതുപക്ഷത്തെ തകർത്തെറിയാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. ഒരുപക്ഷെ BJPയെ വളർത്തുന്നതിൽ കാതലായ പങ്കുവച്ച ഇടതുപക്ഷത്തിന് BJPയുടെ വളർച്ച കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുകൂടി സതീശൻ വ്യക്തമാക്കുന്നു.